നമസ്കാരം. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ ഒരു പരാമർശം ഉണ്ടായതിന്റെ പിറകിൽ USA-ലുള്ള ഒരു യുവാവ് സോഷ്യൽ മീഡിയയിൽ ആയിട്ടുള്ള ഇൻസ്റ്റഗ്രാമിലും അതേപോലെ തന്നെ ട്വിറ്ററിലും ഒരു പേജ് തുടങ്ങുകയുണ്ടായി. അതിന്റെ പേര് കോക്രോച്ച് ജനതാ പാർട്ടി എന്നുള്ള പേരിലാണ്. ആ പേജ് തുടങ്ങി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കോടിക്കണക്കിന് പേര് അതിൽ ഫോളോവേഴ്സ് ആവുകയും അത് ജനശ്രദ്ധ ആകർഷിക്കുകയൊക്കെ ചെയ്യുകയുണ്ടായി. അപ്പോൾ ആ ട്വിറ്റർ അക്കൗണ്ട് ഇന്ത്യയിൽ നിരോധിക്കപ്പെടുകയും അതേപോലെ തന്നെയാണ് ഇൻസ്റ്റഗ്രാം അക്കൗണ്ടും കോടിക്കണക്കിന് പേരാണ് ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഫോളോവേഴ്സ് ഉണ്ടാവുകയും അതും ഇടയ്ക്ക് വെച്ച് ഹാക്ക് ചെയ്യപ്പെടുകയും പിന്നീട് തിരിച്ചെടുക്കുകയൊക്കെ ചെയ്യുകയുണ്ടായി. പക്ഷെ അതിനെ ബേസ് ചെയ്ത് ഈ കേരളത്തിലല്ല ഇന്ത്യയിലുള്ള മുൻ പല രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരും തന്നെ ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പിന്നിൽ അണിനിരന്നുകൊണ്ട് കേന്ദ്ര സർക്കാരിനെയും BJP ഗവൺമെന്റിനെയും അവർക്കെതിരെ ആയിട്ടുള്ള ഒരു നീക്കമായിട്ട് ഇത് കൊണ്ടു നടക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞു. സ്വന്തമായിട്ട് അല്ലെങ്കിൽ നമുക്കൊരു അഡ്രസ് ഉള്ള ഒരു ദേശീയ പാർട്ടിയോ അല്ലെങ്കിൽ മറ്റുള്ള ഇലക്ഷൻ കമ്മീഷൻ രജിസ്റ്റർ ചെയ്ത പാർട്ടികളോ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊന്നും അല്ലാതെ ഒരു അഡ്രസ്സും ഇല്ലാതെ ഒരു ഇൻസ്റ്റഗ്രാം പേജ് തുടങ്ങുകയും ആ പേജിന് മറ്റുള്ള കാര്യങ്ങളൊന്നും അറിയാതെ നിരവധി ജനങ്ങൾ അത് മറ്റ് രാജ്യങ്ങളിൽ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഉള്ളവരാണ് കൂടുതൽ പേര് അതിൽ ഫോളോവേഴ്സ് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ അവർ പറയുന്നത് ഇന്ത്യക്കാരാണ് ഏതാണ്ട് 80% പേര് ഫോളോവേഴ്സ് എന്നാണ് അതിന്റെ അഡ്മിനും മറ്റുള്ളവരും പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ അത് ഇലക്ഷൻ കമ്മീഷനെ സമീപിച്ചിട്ടുണ്ട് അതൊരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് രൂപീകരിക്കാൻ വേണ്ടി. പക്ഷെ നമ്മുടെ നാട്ടിലെ യുവാക്കളായിട്ടുള്ള 18 വയസ്സിന് മേളിലും ഏതാണ്ട് 25 വയസ്സിനകത്തുള്ള യുവാക്കളെടുത്തും യുവതികളെടുത്തും ഒക്കെ നമ്മൾ ചോദിക്കുമ്പോൾ അവരത് അറിഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിൽ CJP എന്ന് പറഞ്ഞ കോക്രോച്ച് എന്ന പാർട്ടി ജനതാ പാർട്ടിയെ കുറിച്ച് അവരെ കേട്ടിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ ചിലർ ഫോളോ ചെയ്തിട്ടുണ്ട്. പക്ഷേ പിൻകാലങ്ങളിലൊന്നും അവരില്ല. ഒരു എന്റർടൈനർ എന്നുള്ള നിലയിലാണ് ആ ഇൻസ്റ്റഗ്രാം പേജുകൾ ഫോളോ ചെയ്തിരിക്കുന്നത്. മിനിമം എല്ലാവരും ഒരു മിനിമം 2-3 മണിക്കൂർ ജോലി ഇല്ലാത്തവരാണെങ്കിൽ മിനിമം 2-3 മണിക്കൂറെങ്കിലും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ മറ്റു ജോലികൾ തിരക്കില്ലാത്തവരാണെങ്കിൽ 5-10 മണിക്കൂർ ഉപയോഗിക്കുന്ന കുട്ടികളെ നമുക്കിവിടെ കാണാൻ കഴിഞ്ഞു. അപ്പോൾ അധിക നേരം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അവർ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നവരാണ്. പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്ന യുവതി യുവാക്കളാണ് കണ്ടത്. പക്ഷെ അത്തരത്തിൽ വന്നുകൊണ്ടായിരിക്കണം ഈ സോഷ്യൽ മീഡിയക്ക് വളരെ റീച്ചുള്ളതും അല്ലെങ്കിൽ പലരും കാണാനുള്ള രീതിയിൽ തന്നെയാണ് ഇത്തരത്തിൽ ഒരു പേജ് തുടങ്ങുകയും അതിൽ വളരെയധികം കോടിക്കണക്കിന് ആൾക്കാർ ജനശ്രദ്ധ ആകർഷിച്ച് അതിൽ ഫോളോ ചെയ്യുകയും. പക്ഷെ നമ്മുടെ നാട്ടിലുള്ള അവരൊരു എന്റർടൈനർ എന്നുള്ള നിലയിൽ മാത്രമാണ് അതിനെ നോക്കിക്കാണുന്നത്. അതിന് മറ്റുള്ള രാഷ്ട്രീയ മാനങ്ങളോ അതിനെ കുറിച്ചൊന്നും അവർക്ക് അറിയത്തില്ല, അതിനവര് മുതിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ആ ഒരു തരംഗം പോലെ ഇങ്ങനെ വന്നപ്പോൾ അവരത് കാണുകയും കേൾക്കുകയും അറിയുകയും ഫോളോ ചെയ്യുന്നവരുമുണ്ട്, ചെയ്യാത്തവരുണ്ട്. ചുരുക്കം ചിലർ ഇതിനെക്കുറിച്ച് അറിയാത്തവരുണ്ട്. ഇത്തരത്തിലൊരു പേജ് വന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയാത്തവരുമുണ്ട്. എന്തായാലും വരും നാളുകളിൽ നമ്മുടെ നാട്ടിൽ പല മാറ്റങ്ങളും പല രീതികളും ഉണ്ടെങ്കിൽ ഈ സോഷ്യൽ മീഡിയ ഇത് കുമിളകൾ പോലെ മഴയത്ത് വീണുള്ള ഒരു കുമിള പോലെ പൊട്ടിപ്പോകാനും സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇത് വലിയ രാഷ്ട്രീയ പാർട്ടിയായിട്ട് രൂപാന്തരപ്പെടുക എല്ലാം ഒക്കെ വരും നാളുകളിൽ നമുക്ക് കാണാൻ കഴിയാം. നമസ്കാരം, എന്താണ് പേര്? എന്റെ പേര് ജെയിൻ. എന്തിനാ പഠിക്കുന്നത്? ഇപ്പോൾ +2 കഴിഞ്ഞു. ഒരു ദിവസം എത്ര മണിക്കൂർ ഇന്റർനെറ്റ് ഒക്കെ ഉപയോഗിക്കും? 4-5 മണിക്കൂർ ഉപയോഗിക്കും. എന്തൊക്കെയാണ് ഏത് മീഡിയ ഉപയോഗിക്കുന്നത്? നെറ്റ്ഫ്ലിക്സ്, പിന്നെ യൂട്യൂബ് കൂടുതലായിട്ട് ഉപയോഗിക്കും. കൂടുതൽ ഉപയോഗിക്കുന്ന ഏതാ? നെറ്റ്ഫ്ലിക്സ്. നമ്മുടെ ഈ ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉപയോഗിക്കാറുണ്ടോ? ഉണ്ടോ? ഇപ്പൊ ഇൻസ്റ്റാഗ്രാമില് ഇപ്പൊ ഒരു കോക്രോച്ച് പാർട്ടി എന്നും പറഞ്ഞിട്ട് ഒരു പേജ് തുടങ്ങിയതിനെ കുറിച്ചൊക്കെ അറിഞ്ഞായിരുന്നു? നല്ലൊരു അഭിപ്രായം, നല്ല കാര്യം. അല്ലത് അറിഞ്ഞായിരുന്നോ? അപ്പൊ ഫോളോ ചെയ്തോ? അത് ശരി. അപ്പൊ അതിനെ കുറിച്ചൊക്കെ എന്താ അഭിപ്രായം? വളരെ നല്ല അഭിപ്രായം. വളരെ ഇത്രയും പെട്ടെന്ന് ഇത്രയും കോടിക്കണക്കിന് പേര് അത് ഫോളോ ചെയ്തതില് നമ്മളും ഉണ്ട്. അത് ശരി, കേരളത്തിൽ നിന്നുണ്ട്. അപ്പൊ അതിനകത്ത് അമേരിക്കയില് താമസിക്കുന്ന ഒരു യുവാവാണ് തുടങ്ങിയത്. ഇപ്പൊ നമ്മുടെ കേരളത്തിലൊക്കെ രാഷ്ട്രീയ പാർട്ടികളുണ്ട്, കോൺഗ്രസിനൊക്കെ ഉള്ളവര്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാര്, അങ്ങനെ പലവിധ പാർട്ടിക്കാർ അതിനോടങ്ങ് ജോയിൻ ചെയ്തു. എന്താണ് ഇപ്പൊ അതവര് പാർട്ടി രൂപീകരിക്കാനായിട്ടൊക്കെ ഇലക്ഷൻ കമ്മീഷനെയൊക്കെ സമീപിച്ചിട്ടുണ്ട്. എന്താണ് അത്തരത്തിലൊരു പാർട്ടി രൂപീകരിച്ച് വരുന്നതാണോ? അതിന് കൂടെ വയ്ക്കുവോ? എല്ലാവരുടെയും കൂടെ, BJP-യുടെ കൂടെ. അല്ല, ഈ കോക്രോച്ച് പാർട്ടി എന്നും പറഞ്ഞ് ഇൻസ്റ്റാഗ്രാമില് ഇങ്ങനെ തുടങ്ങിയില്ലേ, അതൊരു രാഷ്ട്രീയ പാർട്ടി ആയിട്ട് രൂപീകരിച്ച് വന്നാൽ അതിന്റെ കൂടെ നിൽക്കുമോ, പിന്താങ്ങോ? നിൽക്കും. എന്തുകൊണ്ടാ അങ്ങനെ ഒരു പെട്ടെന്ന് ഇങ്ങനെ ആ ഒരു ഇൻസ്റ്റാഗ്രാം പേജിലോട്ട് ആകർഷതയാകാനുള്ള കാരണം?
ഞങ്ങളുടെയൊക്കെ പ്രായക്കാരല്ലേ അത് തുടങ്ങിയത്. അപ്പോൾ എന്തേലും ഇന്റലക്ച്വൽ ആയിട്ട് ചെയ്യുമായിരിക്കും. അതുകൊണ്ട് നമസ്കാരം, എന്താണ് പേര്? അഭിജിത്ത്. എന്തിനാ പഠിക്കുന്നത്? ഞാൻ ബിടെക് തേർഡ് ഇയർ. ബിടെക് തേർഡ് ഇയർ. എത്ര മണിക്കൂർ ഒരു ദിവസം ഇന്റർനെറ്റ് ഉപയോഗിക്കാറുണ്ട്? ഞാൻ 7 to 8. 7 മണിക്കൂർ. ഏത് മീഡിയ ആണ് ഇന്റർനെറ്റിൽ ഉപയോഗിക്കുന്നത് കൂടുതലും? കൂടുതലും യൂട്യൂബും വാട്സപ്പും. യൂട്യൂബ്, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം അങ്ങനെ അല്ല, ഉപയോഗിക്കാറില്ല? ഞാൻ ഇൻസ്റ്റാഗ്രാം യൂസർ അല്ല. അത് ഇൻസ്റ്റാഗ്രാം യൂസർ അതിൽ താല്പര്യം കുറവാണ്. താല്പര്യം. ഇപ്പൊ നമ്മുടെ നാട്ടിലൊരു ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങിയായിരുന്നു, ക്രോക്രോച്ച് പാർട്ടി ആൻഡ് CJP എന്നും പറഞ്ഞു. അതിനെ കുറിച്ച് കേട്ടിരുന്നു? കേട്ടിട്ടുണ്ട്. അപ്പൊ അത് ഫോളോ ചെയ്തതാണ്? അല്ല, ഇൻസ്റ്റാഗ്രാം ഇല്ല, അതുകൊണ്ട് ഇൻസ്റ്റാഗ്രാം ഇല്ലാത്തതുകൊണ്ട് ഫോളോ ചെയ്തില്ല. അപ്പൊ ട്വിറ്റർ ഉണ്ടായിരുന്നു. ട്വിറ്റർ അക്കൗണ്ട് ആണോ? ട്വിറ്റർ അക്കൗണ്ട് ഇല്ല, ലിങ്ക്ഡിന്റെ അതൊക്കെ അറിയുന്നുണ്ടായിരുന്നു. അപ്പൊ അതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഇത്തരത്തിൽ പെട്ടെന്ന് 2 കോടിയിൽ പരം ഫോളോവേഴ്സ് ഉണ്ടാവുന്നു, യുവാക്കളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രതികരിക്കുന്ന പാർട്ടി എന്നൊക്കെ പറയുമ്പോൾ അതൊരു പാർട്ടിയായിട്ടൊക്കെ രൂപീകരിക്കാൻ വേണ്ടി ഇലക്ഷൻ കമ്മീഷനെയൊക്കെ സമീപിച്ചിട്ടുണ്ട്. എന്താണ് ഇപ്പൊ അത്തരത്തിലൊരു പാർട്ടിയൊക്കെ രൂപീകരിച്ചു വന്നാൽ അതിലങ്ങൾ അങ്ങാവുകയോ അതിനുവേണ്ടി പ്രവർത്തിക്കണം ചെയ്യൂ? പ്രവർത്തിക്കുക ചെയ്യുന്ന വെച്ചാൽ അതിനെ സപ്പോർട്ട് ചെയ്യും. കാരണം ഞാൻ IT സെക്ടറിലുള്ള ആളാണ്, കൂടുതലും ഞാൻ IT ഫീൽഡിലുള്ള ആളാണ്. അപ്പൊ പിന്നെ അങ്ങനത്തെ ഒരു സംസാരം ഉണ്ടായോണ്ടാണല്ലോ ഇത്രയും കാര്യങ്ങൾ വന്നത്. അപ്പോ അത്രയ്ക്കും അല്ല, ഇപ്പോഴത്തെ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന പല രാഷ്ട്രീയ പാർട്ടികളും ഉണ്ട്. അവരെല്ലാം ഇപ്പം അതിനെ കൂട്ടുപിടിച്ചോണ്ട് ഇപ്പൊ രാജ്യം ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ എതിരെ BJPക്കെതിരെയായിട്ടും അവരെല്ലാം അതിന് പിറകിൽ അണിനിരക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. സ്വന്തമായിട്ട് ഇപ്പൊ ഈ BJPക്കെതിരെ പോരാടാൻ അവരെ കൊണ്ട് അത്രയും ഗട്സ് ഇല്ലാത്തതുകൊണ്ടാണോ, അതോ അതിന് അവർ പ്രാപ്തരല്ലാത്തതുകൊണ്ടാണോ, അതോ പുതിയ പൊളിറ്റിക്സിലുള്ള വലിയ അറിവും കാര്യങ്ങളൊന്നും. എന്നാലും ഇത്തരത്തിലൊരു കൂട്ടായ്മയെ കുറിച്ച് ചോദിക്കുമ്പോൾ അതിന് താല്പര്യമുണ്ട്. അപ്പൊ ഇപ്പോൾ അതിനെ കുറിച്ചൊക്കെ അറിയുന്നതിനെ കുറിച്ച് കുഴപ്പമില്ല എന്നാണോ? അത്തരത്തിലൊരു പേജ് തുടങ്ങിയതിനെ കുറിച്ചും? അല്ല, പേജ് തുടങ്ങിയതിന് കുഴപ്പമൊന്നുമില്ല, അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന്റെ ഭാവിയിൽ വരും വരായികളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമല്ലേ അതിൽ പ്രവർത്തനത്തിനകത്ത് മുന്നോട്ട് ഇറങ്ങാനൊക്കെ പറ്റത്തുള്ളൂ. ഇതിന്റെ ഫ്യൂച്ചറിലോട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും എനിക്ക് വലിയ ഐഡിയ. ഇപ്പൊ നിങ്ങളൊരു എന്റർടൈനർ എന്നുള്ള നിലയിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു, അത് മനസ്സിലാവും. അത്രേ ഉള്ളൂ. എന്താണ് പേര്? കാർത്തിക. സോഷ്യൽ മീഡിയ ഒരു ദിവസം എത്ര മണിക്കൂറോളം ഉപയോഗിക്കും? നൈറ്റ് ഫ്രീ ആകുമ്പോൾ 2-3 മണിക്കൂറൊക്കെ. എന്നുവെച്ചാൽ ജോലി ഇല്ലാത്ത ദിവസം അതിൽ കൂടുതൽ മണിക്കൂർ. ജോലി ഉള്ളപ്പോ അതിനുള്ള സമയം കിട്ടത്തില്ല, അതുകൊണ്ടാണ്. ഏത് മീഡിയ ആണ് ഉപയോഗിക്കുന്നത്? ഫേസ്ബുക്ക് ആണോ? ഇൻസ്റ്റാഗ്രാം ആണ് കൂടുതൽ? യൂട്യൂബ്, ട്വിറ്റർ യൂസ് ചെയ്യുന്നില്ല. ഇൻസ്റ്റാഗ്രാമില് ഇത്തരത്തിൽ ക്രോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറഞ്ഞൊരു പേജ് തുടങ്ങിയായിട്ട് അറിയാവോ? ഇല്ല, അതിനെ കുറിച്ച് അറിയത്തില്ല. വേറെ അങ്ങനൊക്കെ ഒരു പേജ് തുടങ്ങിയതിനെ കുറിച്ച് അറിയത്തില്ല. ഇൻസ്റ്റാഗ്രാമിൽ തുടങ്ങിയിട്ട് നമ്മൾ അങ്ങനെ സുഹൃത്തുക്കൾ ആരും പറഞ്ഞും കേട്ടില്ല. എന്താണ് പേരെന്താണ്? എന്റെ പേര് സോണിയ. സോണി. എത്ര വയസ്സുണ്ട്? 23. എത്ര മണിക്കൂർ സോഷ്യൽ മീഡിയ ഒരു ദിവസം ഉപയോഗിക്കാറുണ്ട്? 2-3 മണിക്കൂർ ഉപയോഗിക്കും. തീർച്ചയായിട്ടും 2-3 മണിക്കൂറുള്ള അതിൽ കൂടുതൽ ഉപയോഗിക്കും. ഇല്ല, 2-3 മണിക്കൂർ. ഈ 2-3 മണിക്കൂർ നമ്മൾ ഏത് മീഡിയ ആണ് ഉപയോഗിക്കുന്നത്? ഫേസ്ബുക്ക് ആണോ, വാട്സപ്പ് ആണോ, ഇൻസ്റ്റാഗ്രാം ആണോ, ട്വിറ്റർ ആണോ? യൂട്യൂബ്. കൂടുതൽ നേരം യൂട്യൂബ് ആണ്. ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉണ്ട്. അപ്പൊ ഈ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ക്രോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറഞ്ഞൊരു പേജ് തുടങ്ങിയതിനെ കുറിച്ച് അറിഞ്ഞിരുന്നു? അപ്പൊ കോടിക്കണക്കിന് പേര് അതിൽ കുറച്ച് ദിവസം കൊണ്ട് ഫോളോ ചെയ്തു. അതിനകത്ത് ഫോളോ ചെയ്തായിരുന്നു? അത് എന്താണ് അതിന്റെ ആക്ടിവിറ്റീസ് ഒക്കെ സെർച്ച് ചെയ്തായിരുന്നു? എന്താ ഇതൊക്കെ? അതും ചെയ്തില്ല. അതിപ്പോ ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് രൂപീകരിക്കാൻ വേണ്ടി ഇലക്ഷൻ കമ്മീഷനെയൊക്കെ സമീപിച്ചിട്ടുണ്ട്. എന്താണ് അതിനെ കുറിച്ചൊക്കെ ഉള്ള അഭിപ്രായം? പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. ജസ്റ്റ് എന്റർടൈൻമെന്റ് എന്നുള്ള കാര്യത്തിൽ നമ്മൾ അറിഞ്ഞു എന്ന് മാത്രം, അല്ലാതെ ബാക്കി അതിനെ കുറിച്ച് വിലയിരുത്താനോ ഒന്നുമില്ല.